അയ്യോ കുറച്ച് ദിവസം കൊണ്ട് നിന്നെ ഞാൻ നോക്കി വെച്ചേക്കാണ്. ഇന്ന് നീ ചിക്കൻ ഫ്രൈ, ചിക്കൻ 65, ചിക്കൻ കറി, ഇന്ന് ഞാൻ നിന്നെ തട്ടും. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? വന്ന് വന്ന് കോഴി വരെ ലാലേട്ടന്റെ ഡയലോഗ് പറഞ്ഞു തുടങ്ങിയ. അവിടെ നല്ലടാ, ഇവിടെ അതിമോഹമാണ് മോനെ, അതിമോഹം. ഈ കോഴിയെ കറി വെച്ച് കഴിക്കാന്നുള്ള നിന്റെ അതിമോഹം അത് തെറ്റായിരുന്നു തോന്നുമ്പോ നീ വാ, കോഴിയുടെ 2-3 കൂടെ പറിച്ചു തരാം. അത് നിനക്ക് ചെവിയിൽ വെച്ച് ഇങ്ങനെ കറക്കി തിരികിരാൻ വെച്ച് ആശ തീർക്കാം. നിനക്ക് ആശ തീർക്കാം. അച്ഛ ലാലേട്ടന്റെ വലിയ ഫാനാണെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് എനിക്കൊരു ചിക്കൻ കറി കഴിക്കട്ടെ ഈ വീട്ടില്? ഇങ്ങോട്ട് നോക്കാം, ഞാനാണ് ലാലേട്ടന്റെ ഫാന്. നിന്റെ അമ്മയാണ് ലാലേട്ടന്റെ ഫാന്. വെറും ഫാനല്ല, ഹെലികോപ്റ്ററിന്റെ മുകളിലുള്ള ഫാനില്ലേ, അതിനേക്കാൾ വലിയ ഫാനാണ്. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. നിനക്കൊരു കാര്യം അറിയാമോ? എല്ലാവർക്കും ആഗ്രഹമാണ് വീട് വെക്കണമെന്ന്. ഞാനും വീട് വെച്ച്. അങ്ങോട്ട് നോക്ക്. ഇതെന്താ പിസ്സ ഗോപുരം ഇങ്ങനെ ചരിഞ്ഞിരിക്കാനായിട്ട്? ചെറിയ ചരിവുണ്ട്, കാരണം നിന്റെ അമ്മ മോഹൻലാലിന്റെ ആരാധികയായതുകൊണ്ട് അങ്ങനെ വീട് വെക്കാൻ പറഞ്ഞു. ഞാൻ ചരിച്ചാണ് വീട് വെച്ചിരിക്കുന്നത്. എന്റെ പേരെന്ത്? എന്റെ ശരിക്കുള്ള പേരെന്തിനാണ്? ദിവാകരൻ. നിന്റെ അമ്മ എന്നെ വിളിക്കുന്ന എന്തിനാണ്? മംഗലശ്ശേരി നീലകണ്ഠൻ. നിന്റെ അമ്മയുടെ പേരെന്തിനാണ്? ഉഷ. അവളിട്ടിങ്ങനെ പേരെന്തിനാണ്? മംഗലശ്ശേരി ഭാനുമതി. അങ്ങനെ വരുള്ളൂ. കാര്യം വെച്ചാൽ മോഹൻലാലിന്റെ കടുത്ത ആരാധികയാണ്. സത്യം പറഞ്ഞ ഈ വീട്ടിലെ ഉയിര് പേടിച്ചാണ് ജീവിക്കുന്നത്. എന്ത് പറ്റിയാ? അവള് മൺവട്ടി എടുത്താൽ ഞാൻ ഓടും. എന്തിന്? ദൃശ്യത്തിലെ വരണ്ട ബോഡി കുഴിച്ചിട്ടോ എന്നോട് കുഴിച്ചിട്ടാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഏതെങ്കിലും രാജാക്കാട്ട് പോലീസ് സ്റ്റേഷനിൽ എന്നെ കൊണ്ട് മൂടിയിട്ട നീ കണ്ടുപിടിക്കണം. ഞാൻ പിറ്റേ ദിവസം തന്നെ വന്ന് അച്ഛനെ ഞാൻ കുഴിച്ചെടുക്കും. അങ്ങനെ കുഴിച്ചെടുത്താലേ പശുക്കുട്ടിയല്ലേ കിട്ടുള്ളൂ, എന്നെ കിട്ടൂലല്ലോ. അതാണ് എന്റെ ടെൻഷൻ. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ഞാൻ സഹിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ. എനിക്ക് എന്തിനാ പ്രണവെന്ന് പേരിട്ടത്? ലാലേട്ടന്റെ മോന്റെ പേരായതുകൊണ്ട്. കുഴപ്പമില്ല, എല്ലാ മക്കളുടെ പേരിന്റെ കൂടെ അച്ഛന്റെ പേരോ അല്ലെങ്കിൽ അമ്മയുടെ പേരല്ലേ ചേർക്കണത്. എനിക്കെന്തിന് പ്രണവ് മോഹൻലാൽ എന്നിട്ടത്? നിന്റെ തന്തയല്ല എന്റെ തന്ത. അല്ലല്ല, ഞാൻ ഡയലോഗ് പറഞ്ഞേ, പെട്ടെന്ന് ഒരു ഡയലോഗ് അടിച്ചു നോക്കി, 5 ഡയലോഗ് അടിച്ചു നോക്കിയതാണ്. നാണക്കേട് കാരണം വെളിയിറങ്ങി നടക്കാൻ പോയി, അറിയാമോ ഈ വീട്ടിൽ ജീവിക്കുന്നുണ്ട്. അമ്മ എവിടെ പോയച്ചാ? ആകാശത്ത് മഴ കണ്ടപ്പോഴേ ഒരു വട കൊടുത്തോണ്ട് പോയതാണ് ആ പുഴയിലോട്ട്. അയ്യോ, അപ്പൊ ഇന്നും നാരായി. നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കാതെ ഒന്ന് വിളിക്കാച്ചാ. ഞാൻ വിളിക്കാം. വേദാലുയാ, വേലാലത. നിങ്ങൾ ഈ സൈക്കിൾ ഇറക്ക ഡയലോഗ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ നാണം കെടും. ഞാൻ വിളിക്കാം. അമ്മ വരണം, അത്രയല്ലേ ഉള്ളൂ. വേലായുധേട്ടാ, ഒരടിക്കുള്ള കോളത്തിട്ടേ. അടിപൊളി. അയ്യോ, കാര്യമുണ്ടായി വയസ്സാക്കാലത്ത്. കോഴിന്റെ പിറകെ കേട്ടാ. നോക്കത്താ ദൂരത്ത് കണ്ണു നട്ടിരുന്നപ്പോ ഈ ഭ്രമരം വരുന്നത് കണ്ടോ, പിന്നെ ഒന്നും നോക്കിയില്ല, വടവുമായി എടുത്ത് ചാടി ഇതങ്ങ് വലിച്ചെടുത്തു. മോനെ, ആ പുഴയാണ് എന്റെ അമ്മ. അപ്പൊ അറബിക്കടലാണ് എന്റെ അപ്പൂപ്പൻ. അല്ല, പുഴ അമ്മയാകുമ്പോ അറബിക്കടൽ അപ്പൂപ്പനാവൂല, അതുകൊണ്ട് ചോദിച്ചതാ. മോനെ ദിനേശ, നിന്റെ തമാശ ഇത്തിരി കൂടുന്നുണ്ട് അപ്പൂക്കുട്ടാ. ഞാനൊരു കാര്യം പറയാം, എനിക്കല്ല കൂടുതൽ, നിങ്ങൾക്ക് 2 പേർക്കാണ് കൂടുതൽ. ഇത് കൂടുതലല്ല, വളരെ കൂടുതലാണ്. എന്ത് കൂടുതലടാ? എന്ത് കൂടുതൽ? നീ എന്ത് കൂടുതൽ? എടാ, ഇവിടെയുള്ള സകല മലയാളികൾക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു വികാരമാണ്, അത് നീ മനസ്സിലാക്കണം. പിന്നല്ലാതെ ചങ്ക് കാണൂല. എടാ, എത്ര വലിയ ആർട്ടിസ്റ്റുകളെന്ന് അറിയാമോ നമ്മുടെ ലാലേട്ടനെ അനുകരിച്ചിരിക്കുന്നത്? ആരനുകരിച്ചു? നീ നോക്ക്. ഹിന്ദുക്കൾക്ക് അവൻ നരസിംഹം, ഇസ്ലാമികൾക്ക് അവൻ അലിഭായി, ക്രിസ്ത്യാനികൾക്ക് ഇട്ടിമാണി. നമുക്കൊരു ബിഗ് ബ്രദർ ആണടാ ലാലേട്ടൻ. അത് മാത്രമല്ല, പുള്ളിക്കാരൻ ഒരു സർവകലാശാലയാണ്. പിന്നല്ലാതെ
അതൊക്കെ ഓക്കെ അമ്മ. പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോ ഈ വീട്ടിൽ ജീവിക്കുന്നോണ്ട് എന്നെ നാട്ടുകാർ കളിയാക്കണമ്മ. എന്റെ എമ്പുരാനെ, തമ്പുരാനെന്നല്ലേ? മോഹൻലാലിന്റെ ഫാനല്ലേ, 6-ാം തമ്പുരാണെന്ന് വരെ പറയും. വടക്കുന്നാഥ, എന്റെ മോന് നല്ല ബുദ്ധി കൊടുക്കണേ. അമ്മ എനിക്ക് വിശക്കണമ്മ, എന്തെങ്കിലും കഴിക്കാൻ താ അമ്മ. മോനെ, എന്റെ അപ്പുക്കുട്ട, നിനക്ക് വിശക്കുന്നുണ്ടോ? ഉണ്ട്. എടാ, ഈ സ്നേഹ വീട്ടില് ഈ അമ്മ നിന്നെ പട്ടിണിക്കിടുവോ? അടുക്കളക്കകത്ത് നല്ല ചൂട് ലോക്പാൽ അമ്മ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, പോയി എടുത്ത് കുടി. 2 അങ്കിൾ പെണ്ണും കൂടെ തന്നിരുന്നെങ്കിൽ തിന്നായിരുന്നു. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഈ വീട്ടില്. ഗ്യാസ് നോവാ. എടാ, ഗ്യാസ് നോവേന്ന്, ഗ്യാസ് ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉദയന്റെ വിളിച്ച് പറയാം. അപ്പൊ ഉദയനാണ് താരം. ആ, ഗ്യാസ് ഇല്ലാത്ത സമയത്ത് ഗ്യാസും കൊണ്ടുവന്ന ഉദയനാണ് താരം. ആ, പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു നേര് പറയാനുണ്ട്. പറയാമ്മ, പറ. എന്തിനാണ്? പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. എന്നാ പറയണ്ട. ഒപ്പം നിന്നാ പറയാം. എന്നാ പറ. പറയാം. ഞാനേ ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ് വഴി നടന്നു വരുമ്പോ ആ സൂര്യഗായത്രിയും ചന്ദ്രലേഖയും കൂടെ നടന്നു പോണു. നമ്മുടെ സൂര്യഗായത്രിയും ചന്ദ്രലേഖ. ആ, അവരുടെ പുറകെ ഒരു ചെറുക്കൻ ഒരു താളവട്ടം കറങ്ങണ പോലെ ഒരു കറക്കം. ഇത് കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്ത്, നമ്മുടെ ജനതാ ഗാരേജിന്റെ സൈഡിൽ കയറി അങ്ങ് ഒളിച്ച്. എന്നിട്ട് ഞാന് അവിടെ നിന്നൊരു തിരനോട്ടം വെച്ചങ്ങ് കൊടുത്ത്. എടാ, ആ ചെറുക്കനും ചന്ദ്രലേഖയും കൂടെ 1+1 കിന്നര മക്കളെ. അമ്മയോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാരുടെ ഉള്ളടക്കം ഇവിടെ ഒന്ന് പറയരുത്. ഞാൻ കണ്ടത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ട്, ആ ചെറുക്ക എങ്ങനെയുണ്ട്? ഒരു മിന്നാരം പോലെ കണ്ടതേ ഉള്ളൂ. ഊതറ. അത് സിനിമാ പേര്. ഈ വീട്ടിൽ സിനിമാ പേര്, സിനിമാ പാട്ട് മാത്രമേ ഉള്ളൂ. നല്ല കാറ്റ്, നല്ല നാടോടിക്കാറ്റ്. മാമ്പഴക്കാലമാണ്. ഇപ്പൊ പോയാ തേങ്ങാവിൻ കൊമ്പത്തുനിന്ന് നല്ല കിളിച്ചുണ്ട മാമ്പഴം കൊണ്ടുവരാ. അവിടെ നിൽക്കുന്ന കൂടെ വാ. പോയി നിങ്ങള് പോവയല്ലേ? കൂടെ വരേ. പോയി ഞാൻ വരാം. താണ്ടവാറിനെ കൂടെ വാ ഇങ്ങോട്ട്. അപ്പോ അയ്യോ, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു എന്ന് പറഞ്ഞ കണക്കായല്ലോ ഈശ്വര. വന്ന് ഞാനിപ്പോ സിനിമാ പേര് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കണം. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ഒരു പാസ്പോർട്ടും വിസ വെപ്പിച്ച് അക്കരെ. വീണ്ടും സിനിമാ പേര്. അമ്മ അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് സംസാരിച്ചാലും ലാലേട്ടന്റെ പാട്ടോ സിനിമാ പേരോ എന്തെങ്കിലും വരും. ഇവിടെ ആരുമില്ലേ? കൊണ്ടേ കേറി പോന്നോ? നമസ്കാരം. നമസ്കാരം. അല്ല, ഇവിടെ ഓട്ടോ ഓടിക്കാൻ ആള് വേണമെന്ന് പറഞ്ഞു. അതിനു വേണ്ടി വന്ന. ചേട്ടന്റെ പേരെന്തോന്നാ? എന്റെ പേര് സുനി. നടക്കൂലേട്ടാ, വിട്ടോ. ഞാൻ ഒന്ന് തിരിച്ചിടാൻ പറ്റുമോ? ഓട്ടോ വേണി തിരിച്ചിടാം. ഓട്ടോ തിരിച്ചിടുന്ന കാര്യമല്ല പറഞ്ഞ. സുനിലെ, നീ ഒന്ന് തിരിച്ചിട്ട് തീ ആക്കാൻ പറ്റുമോ? എന്തിനാ? ഈ സുന്ദരി എന്നാണ് നമ്മുടെ ഓട്ടോയുടെ പേര്. അപ്പൊ സുന്ദരി ഓട്ടോ ഓടിച്ചത് ലാലേട്ടന്റെ സുധി എന്ന് പറഞ്ഞ കഥാപാത്രം. സുധി എന്ന് പേരുള്ള ഒരാൾ വന്നാലേ നമ്മളെ സുന്ദരി ഓട്ടോ ഓടിക്കാൻ എന്റെ അച്ഛനും അമ്മയും കൊടുക്കുള്ളൂ. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് വേറൊന്നും കൊണ്ടല്ല, എന്റെ അച്ഛനും അമ്മയും ലാലേട്ടന്റെ മുടിഞ്ഞ ഫാനാ. ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് ഭാര്യയും 2 മക്കളും ഉണ്ട്. ഞാൻ തൊട്ടടുത്ത് വാടകയ്ക്ക് താമസിക്കാണ്. ഞാൻ പട്ടണിയോ, എനിക്ക് ഈ ജോലി എങ്ങനെയും തന്നെ പ്ലീസ്. ചേട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനേക്കാൾ എന്റെ സുന്ദരിയായിട്ട ഒരു അവസ്ഥയെ ഞാൻ മനസ്സിലാക്കുന്നു. 5 വർഷമായിട്ട് അത് തുരുമ്പെടുത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കണം, ഞാൻ ചേട്ടനെ രക്ഷിക്കണം. പക്ഷെ ചേട്ടൻ എന്റെ കൂടെ നിൽക്കണം. ഞാൻ നിൽക്കുന്നു. അച്ഛനും അമ്മയും വരുമ്പോ അവരൊന്ന് ഇംപ്രസ് ചെയ്യിക്കണം. പിന്നെ അവരെന്ത് ചോദിച്ചാലും, എന്ത് നിങ്ങൾ പറയുന്നതും ലാലേട്ടന്റെ സിനിമാ പേരോ സിനിമാ പാട്ടോ സിനിമാ പേരോ അത് എന്തെങ്കിലും ഒക്കെ വെച്ച് പറഞ്ഞു ആയിക്കോട്ടെ. അല്ലാതെ ഒരിക്കലും പൊളിയരുത്. ഞാൻ പറയില്ല. ചേട്ടന്റെ പേര് സുനി. സുനി അല്ല, സുധി. സുധി. ചേട്ടന്റെ അച്ഛന്റെ പേരെന്തോന്നു? രാജൻ. രാജനല്ല, ബാലേട്ടൻ. ബാലേട്ടൻ. ചേട്ടന്റെ നാളെന്തോന്നാണ്? എന്റെ നാള് മൂലം. മൂലം പോരല്ലേ ചേട്ടാ? രാത്രി വണ്ടി ഓടിച്ചോണ്ടാണ് ഇരുന്ന്. അതല്ല ഞാൻ പറഞ്ഞത്. ഈ മൂലം എന്ന് പറയുന്ന നാള്, മൂലം എന്ന് പറയുന്ന നാള് പ്രശ്നമാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മിഥുനത്തിലെ മൂലം ആക്കിയാലോ? അടിപൊളി. ആക്കല്ലേ. അപ്പൊ അവര് എന്ത് ചോദിച്ചാലും ചേട്ടൻ പറ്റി ചെയ്യണം. അപ്പൊ ലാലേട്ടന്റെ ഡയലോഗും സിനിമാ പേരും ഒക്കെ അറിയാലോ. പിന്നെ വാക്കസ്തേ സവാരി ഗിരിഗിരി എടഞ്ഞ കൊമ്പന്റെ കിട്ടണമണി തൊട്ടി കയറ്റി കളിക്കരുത്. ഇടഞ്ഞ കൊമ്പന്റെ എവിടെയെന്ന് പറഞ്ഞത്? ഇടഞ്ഞ കൊമ്പന്റെ മൂക്കിൽ 2 പഞ്ഞിയും കൂടെ വെച്ചുകൊടു. എടാ കൃഷ്ണമണി ഇടഞ്ഞ കൊമ്പന്റെ. അപ്പൊ ചേട്ടാ, ഞാൻ പറഞ്ഞ ഓർമ്മയോണം. അതായത് കാടിറങ്ങി വരുന്ന പരയം പുലികൾക്ക് അന്തകനാകണം. കണ്ടതല്ല മുരുകൻ എന്ന സത്യം.
മുരുകൻ കിടുക്കി. എന്റെ നടുവൊന്നും കുളുക്കി. ഒന്ന് പൊക്കൊന്ന് ഒന്ന് പിടിച്ചോ, ഒന്ന് പിടിച്ചോ, ഒന്ന്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുണ്ട്. കിടുക്കണം, ഒന്നും വിട്ടു കൊടുക്കരുത്. ഞാൻ ചേട്ടനോട് കാട്ടാക്കി ഞാൻ ഏ, അച്ഛാ അമ്മ, ഓട്ടോ ഓടിക്കാൻ ഒരാൾ വന്നിരിക്കാണ്. ആരുടെ ഓട്ടം ഓടിക്കാൻ വന്നത്? ആരാടാ ഓട്ടം ഓട്ടിക്കാൻ വന്നത്? ഓട്ടം ഓടിക്കാനല്ല, ഓട്ടോ ഓടിക്കാൻ. നമ്മളെ സുന്ദരി ഓട്ടോ ഓടിക്കാനേ സുധിയെന്നും പറഞ്ഞൊരു ഓട്ടോക്കാരൻ വന്ന്. ആണോ? ഓ, എവിടെ? വിളി വിളി വിളി. മുകുന്ദേട്ടാ, ദാ സുമിത്ര വിളിക്കുന്നു. ഹലോ. നമസ്കാരം. ജയറാമേട്ടനല്ല, ലാലേട്ടായി. നമസ്കാരം. നമസ്കാരം മാത്രം മിണ്ടാത്തവര്. അവര് ഹലോ പറയുമ്പോ നമസ്കാരം അല്ല പറയണ്ട, വന്ദനം പറയണം. എന്നാ വണ്ടാനം. വണ്ടാനം അല്ല, പുന്നപ്രായം. എന്റെ മനുഷ്യ, വന്ദനം, ചന്ത, ഇന്ത, ചന്ദ്രിക എന്നൊക്കെ പറയാം. അതിന്റെ ഇന്ത പറയപ്പോട്ട്. എന്നാ വന്ദനം. വന്ദനം 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 വന്ദനം. തുടക്കം മുതലേ ഒരു എന്തോ ഒരു ബബ്ബല്ലേ. ഞാൻ ചോദിക്കാം, പേരെന്തോന്ന്? സുധേ. അച്ഛന്റെ പേര്? ബാലേട്ടൻ. എവിടെ സ്ഥലം? നിലവിലെ വീട് തിരുവനന്തപുരം. നമ്മുടെ മോഹൻലാലിന്റെ വീട് അടുത്താണ്. എവിടെ? മോഹൻലാലിന്റെ വീടിന്റെ അടുത്ത്. എവിടെ? 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 നെടുമല വീട്. നെടുമല ആ, മനസ്സിലായില്ലേ? ആ, ലാലേട്ടന്റെ വീടിന്റെ അടുത്താ തിരുമല വീട്. തിരുമല അല്ലല്ലേ വീട്, അത് മുടമോളല്ലേ വീട്. മുടമോളിലാണ് വീട്. പാട്ടില് വരെ ഉണ്ട്. എവിടെയാണ് ഇവിടെ വന്ന്? അതങ്ങനെ? മുനിയണ്ടി പണ്ടാരങ്ങൾ മുറ്റത്താറായല്ലോ തിരുമല വീട്, ഇത് അറമല വീട്. പേയാടെന്ന് വരുമ്പം പൂജപ്പുര തിരുമല അങ്ങനെ പോണം. അങ്ങനെ? അപ്പൊ ശരിയാ ശരിയാ, അത് കൊള്ളാം. അത് കൊള്ളാല്ലേ. അപ്പൊ ഓക്കെ, ഉറപ്പിക്കല്ലേ? ഉറപ്പിക്കാം, ഉറപ്പിക്കാം. ഉറപ്പിക്കാം. പിന്നെ ഇങ്ങ് വാ, ഒരു കാര്യം പറയാം. ഓട്ടോയുടെ കാര്യം ഏയ് ഓട്ടോ നമ്മക്കുള്ളതാണ്. പക്ഷെ അതിന്റെ ഉടയോൻ ഞാൻ മാത്രമാണ്. ആയിക്കോട്ടെ. അതുകൊണ്ട് പറയുകയാണ്, വണ്ടി ഓടിക്കുമ്പം സ്പിരിറ്റ് അടിച്ചോണ്ട് ഓടിക്കരുത്. ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ്. എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. ആയിക്കോട്ടെ. മനസ്സിലായ? മാത്രമല്ല ഈ വണ്ടിയിൽ ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ല. അത് കുഴപ്പമില്ല, നമുക്ക് ചോദിച്ചു പിന്നെ വണ്ടി പയ്യെ ഓടിച്ച് കഴിഞ്ഞാൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചോദിക്കോളെ. താക്കോല് തരുന്നതിന് മുമ്പേ ഞാൻ പറയാം, നമ്മൾ ഈ ഓട്ടോയുമായിട്ടുള്ള ആദ്യത്തെ ട്രിപ്പ് എങ്ങോട്ടാന്നറിയാമോ? പളനി. പഴനിമല മുരുകന് പള്ളിവേലായതോ പാറിപ്പറയിൽ വാഹനോ വരിക വരിക വടിവേല ഹരഹരോ ഹരഹര ഹോയ് ഹോയ് തങ്കിടക്കത്തില്ലെന്തില്ലം തളങ്കിടക്കറ്റന്റെ മൃഗം മേലെ കാവിൽ പൂര കാവടി പീലിക്കോലടി പാണ്ടിപ്പടിയുടെ മേളം കാവടി മേളം. കിളിച്ചുണ്ടൻ മാമ്പഴമേ, കിളിക്കൊത്താത്തെ പഴമേ, കിളിച്ചുണ്ടൻ മാമ്പഴമേ, കിളിക്കൊത്താത്തെ പഴമേ. ഏതാങ്കിടക്ക 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 തില്ലം തില്ലം തളങ്കിടക്ക ചെണ്ടമൃഗം മേലെ കാവിൽ പൂര കാവടി പീലിക്കോലടി പാണ്ടിപ്പടിയുടെ മേളം. ഓ കാവടി മേളം. വേൽ മുരുക ഗംഗേ അണ്ണാ അണ്ണാ നോക്കടാ, വെട്ടിയിട്ട വാർത്തണ്ടല്ലോ കിടക്കുന്നു. അണ്ണാ തുടിയിൽ ഉണരും ഇവിടെ കേട്ട് തുള്ളിയിൽ പാടി. ഇതെന്താ ഇങ്ങനെ? ഇത് നിങ്ങള് ലാലേട്ടന്റെ വെറും ഫാനല്ലേ? ആ കിടക്കണത് ലാലേട്ടന്റെ ഡൈഹാർഡ് ഫാനാ, ഡൈഹാർഡ് ഫാൻ. അതാണ് പറയണത്. ഈ 20-ാം നൂറ്റാണ്ടിലും കിരീടവും ചെങ്കോലും അണിഞ്ഞ് രാജാവിന്റെ മകനായി, രാവണ പ്രഭുവായി, അഗ്നിദേവന്റെ ഇന്ദ്രജാലം മലയാള സിനിമയിൽ എന്നും എപ്പോഴും ഓർമ്മിക്കാൻ ഓമനിക്കാൻ ഹൃദയപൂർവം നമ്മുടെ സ്വന്തം ലാലേട്ടൻ തുടരും. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. പക്ഷെ അപ്പൊ എനിക്കൊരു കാര്യം പറയണ്ട കേട്ടോ. ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ ഇന്ദ്രജാലം കണക്കുള്ള സ്ക്രിപ്റ്റിന് ഞങ്ങളുടെ അലിബ ആൻഡ് ടീമിന്റെ വക 20 out of 20.